സന്തോഷം തോന്നുകയാണ്. ഇപ്പൊ രോഗങ്ങളൊക്കെ മാറിയ പോലെ ഉണ്ട്, വിഷമം മാറിയിരിക്കണ്. ഇപ്പൊ അന്നത്തെ രംഗത്തിന് ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളായിരുന്നു. അന്ന് ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടതാ, മണ്ണിനുള്ളിൽ പൂന്തിട്ട് വലിച്ചെടുത്ത തന്നെ. ബ്ലോക്ക് വന്ന് കാൽമുറിയായി ഓടിയത് നമ്മളെ മലയാളികൾ റബ്ബേ നല്ലവരാണ്. നമ്മളെ കേരളം മലയാളം നല്ല നാട്ടിലെ ആൾക്കാർ ഞങ്ങൾ കെട്ടിപ്പിടിച്ചു കൊണ്ടുപോയി ആൾക്കാർ ആശുപത്രിയിലേക്ക്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങൾക്ക് ഒരു വീട് കിട്ടുമല്ലോ എന്നുള്ള സന്തോഷമാണ്. ഇപ്പൊ നല്ല സന്തോഷമാണ്, ഞങ്ങൾക്ക് കിട്ടട്ടെ. വാടക വീട്ടിൽ താമസിക്കാണ്, നല്ല വീടുകളാണ് ഞങ്ങളത് പോയത്. ആ വീടുകളൊക്കെ എന്തെല്ലാം സാധനങ്ങൾ പോയി. സന്തോഷമുണ്ട്, ഞങ്ങൾക്കിപ്പം പുതിയ വീട് കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ചൂരൽമലയാണ്, ഉരുൾപൊട്ടിയിട്ട് പുതിയ വീടായിരുന്നു, മൊത്തം പോയി. ഇപ്പൊ ഇത് കാണുന്ന സമയത്ത് കൂടെ പോയവര് നഷ്ടപ്പെട്ടവരും എന്റെ കുടുംബത്തിൽ അങ്ങനെ 4-5 പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ടപ്പോൾ എല്ലാവരും കൂടി ഒരു 8 മാസത്തിന്റെ അടുക്ക് ഒന്നിച്ച് കണ്ടുമുട്ടി ടൗൺഷിപ്പ് എത്രയും വേഗം ഇതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. അതെല്ലാം കൂടിയിട്ടൊരു നല്ലൊരു ഇത് ഇപ്പൊ ഇന്നാണ് ഒരു മനുഷ്യന് നല്ലൊരു ആശ്വാസം തോന്നുന്നത്. ചിരിയൊക്കെ സന്തോഷത്തിലാണ്, വളരെ നല്ല ഹാപ്പിയാണ് ഇപ്പൊ സന്തോഷമായി. വീട് വേഗം ഒന്നായി കിട്ടി, അതിൽ കൂടിയാലേ മനസ്സൊരിതാവുള്ളൂ. നമുക്കൊരു പുതിയ വീടാകാന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷമാണ്. ഇപ്പൊ ഇത് വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആദ്യമൊരു മനസ്സിനെന്തോ ഒരു പ്രയാസം ഉണ്ടായിരുന്നു, എവിടെയാണോ കുന്നാണോ മലയാണോ. അപ്പൊ ഇവിടെ വന്നപ്പോ ഒരുപാട് സന്തോഷമായി, എത്രയോ സന്തോഷമാണ്, അറിഞ്ഞ സന്തോഷം. ഞങ്ങൾക്ക് വീടുവാട്ടെ. വയനാട് മാതൃക ടൗൺഷിപ്പിന്റെ നിർമ്മാണ ഉദ്ഘാടനം ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു. ഇതാണ് ഈ സർക്കാരിന്റെ വിജയം. ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും, അവരാ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിന്റെ പ്രശ്നങ്ങളാണ്. ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചുമതലയേറ്റവരാണ് ഞങ്ങൾ. ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും.